നമസ്കാരം. സനാതന ധർമ്മത്തെക്കുറിച്ചാണ് കാര്യമായ ചർച്ച നടക്കുന്നത്. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിൻ്റെ വക്താവാണ് എന്ന് സംഘപരിവാർ പറയുന്നു. ഇപ്പോൾ കോൺഗ്രസും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ കൂടെ കൂടിയിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെ ആക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. അത് സമ്മതിക്കുന്നതിൽ കാര്യമില്ല. യഥാർത്ഥത്തിൽ സനാതനധർമ്മ തത്വങ്ങൾക്കെതിരായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ നിലപാട്. ചാതുർവർണ്ണയത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകനായിരുന്നു എന്നുള്ളതാണ് എതിർപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയൊക്കെ അഭിപ്രായം. പിണറായി വിജയൻ അതാണ് ശിവഗിരിയിൽ പറഞ്ഞത്. ഇപ്പോൾ നാട് നീളെ 2-3 ദിവസമായിട്ട് ഭയങ്കരമായ ചർച്ചയാണ്. സനാതനധർമ്മം എന്താണ്? അത് വെറും സനാതനം എന്ന വാക്കിൽ ഒതുങ്ങുന്ന, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സനാതനം, എന്നാൽ സനാതനധർമ്മം എന്ന് പറയുന്നത് അങ്ങനെയാണോ എന്നൊക്കെയുള്ള ചർച്ചയുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇത്, എങ്ങനെയാണ് ഇത്, സാങ്കേതികമായി വലിയ ചർച്ചകൾ നമ്മൾ തന്നെ 2-3 വീഡിയോകളൊക്കെ ഇത് സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിവിടെ വെച്ചിട്ടാണോ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്ന് ഞാൻ അതിശയിച്ചു പോയി. എന്താണ് എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യം എന്നല്ലേ? ആ കാര്യത്തിലേക്ക് നമുക്ക് വരാവുന്ന ഒരു ചിത്രമാണിത്. ഒന്ന് സച്ചിദാനന്ദ സ്വാമികളാണ്, മറ്റത് ജി സുകുമാരൻ നായരാണ്. ഒന്ന് ഒരു ആധ്യാത്മിക നേതാവാണ്, മറ്റൊന്ന് ഒരു ജാതി സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്, NSSൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. മന്നത്ത് പത്മനാഭനെ പോലുള്ള മഹത്തായ ആളുകൾ, വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകൾ ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ആളാണ് ജി സുകുമാരൻ നായർ. നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പുറത്ത് ആധ്യാത്മിക നേതാവ് സ്വാമി സച്ചിദാനന്ദ സ്വാമികളാണ്. എന്തിനാണ് ഇവരുടെ ചിത്രം വെച്ചതെന്നല്ലേ? ഈ സനാതനധർമ്മ തത്വം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം നമ്മളെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനാണ്. ഇപ്പോൾ പ്രധാന വിവാദങ്ങളിൽ ഒന്ന് ഗുരു സനാതനധർമ്മ തത്വത്തിൻ്റെ ആളായിരുന്നോ അല്ലയോ എന്നുള്ളതാണല്ലോ. അതിന് അനുബന്ധമായി മറ്റൊരു കാര്യം കൂടി ഈ ദിവസങ്ങളിൽ വലിയ വിവാദമായിട്ടുണ്ട്, വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്താണത്? ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരിയേ കയറാവൂ എന്നുള്ള നിബന്ധന, അതൊരാചാരം എന്ന പേരിൽ ഒരു നിബന്ധന കുറേ കാലമായിട്ട് പലയിടത്തുമുണ്ട്. അത് മാറുന്നത്, കാലാനുസൃതമായി മാറുന്നത് നല്ലതാണ് എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദ സ്വാമികളുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത്. അതിനെ മുഖ്യമന്ത്രി പിന്തുണക്കുക മാത്രം ചെയ്തു. പിന്തുണച്ചു കഴിഞ്ഞ് വലിയ വിവാദമായി. അതിനെതിരെ സുകുമാരൻ നായർ രംഗത്തെത്തി. ഈ കാര്യം ചർച്ച ചെയ്യുന്ന സമയത്തെ സംവാദം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എന്താണ് സംഗതി എന്ന് മനസ്സിലാവും. ഞാൻ ആദ്യം ചാതുർവർണ്ണയത്തിൻ്റെ പുറത്തു നിൽക്കുന്ന ജാതിയുടെ ഒരു ആധ്യാത്മിക നേതാവ് പറഞ്ഞ ആരോഗ്യകരമായൊരു അഭിപ്രായം ഇതര സമൂഹം എങ്ങനെ സ്വീകരിച്ചു എന്ന കാര്യം നമ്മൾ ഇത് വെച്ച് പരിശോധിച്ച് നോക്കണം. ആ അഭിപ്രായത്തോട് ചാതുർവർണ്ണയ പദ്ധതിക്കകത്ത് നിൽക്കുന്ന ജാതി സംഘടനയും അതിൻ്റെ ജനറൽ സെക്രട്ടറിയും കൈക്കൊണ്ട സമീപനവും നമ്മൾ ഞെട്ടിക്കും. ഇതാണ് സനാതനധർമ്മ തത്വത്തിൽ ഉൾക്കൊള്ളുന്ന ആ പ്രത്യയശാസ്ത്ര പദ്ധതി. അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ആധ്യാത്മിക നേതാവിൻ്റെ അഭിപ്രായത്തോട് നായർ സംഘടനാ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആ വ്യക്തിയെ അവഹേളിക്കും മട്ടിൽ നടത്തിയ പ്രസ്താവനയും കൂടി ചേർത്ത് വായിക്കണം. ഇതിനെയാണ് സനാതനധർമ്മ പദ്ധതിയിലെ ഏറ്റവും വലിയ കുഴപ്പമായി ചരിത്രകാരന്മാരും ഈ കാലം അത്രയും കണ്ടത്, കീഴ്ജാതിക്കാരോടുള്ള സമീപനം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പുതിയ കാലമാണ്, അങ്ങനെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ് നമുക്ക് നല്ലത്. ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു ആധ്യാത്മിക വ്യക്തിത്വമാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞ കാര്യങ്ങളുണ്ട്, 2 എണ്ണമുണ്ട്. അതിങ്ങനെയാണ്: ക്ഷേത്രങ്ങളിൽ ഉടുപ്പണിയിച്ചുകൊണ്ടേ കയറാവൂ എന്ന നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ. പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അവരെ തിരിച്ചറിയാൻ വേണ്ടി പൂണൂലൊക്കെ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഉടുപ്പൂരുന്ന സമ്പ്രദായം ഉണ്ടായത് എങ്കിൽ ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്കിന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്നായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ആണ് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ വിവാദത്തിന് കാരണമായ പ്രസ്താവന ഇതാണല്ലോ. അതിൽ പ്രസക്തമായ കാര്യങ്ങൾ ഏതാണ് എന്ന് നമ്മൾ നോക്കിയാൽ അത് മനസ്സിലാകും. ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോഴും SNDPയുടെ പല ക്ഷേത്രങ്ങളിലും ഈ അനാചാരം മാറ്റിയിട്ടുണ്ട്. ഇനിയുള്ള ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും എന്ന് പറഞ്ഞിട്ടേയില്ല. എന്നാൽ ഒരു അപരിഷ്കൃത സമ്പ്രദായം അങ്ങനെ അങ്ങ് നിർത്തിപ്പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് സവർണ സമുദായമായ NSSൻ്റെ പുതിയ നേതൃത്വം പ്രഖ്യാപിച്ചത്. ഞങ്ങൾ പറയും, നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ അങ്ങനെ നവോത്ഥാനം എന്നും പറഞ്ഞുകൊണ്ട് വരണ്ട എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. മന്നത്ത് പത്മനാഭനായിരുന്നെങ്കിൽ ആദ്യം പറയുന്ന കാര്യമായേന ഇത്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചരിത്രത്തിലുണ്ട്. ഇന്നലെ പലരും അത് ഓർത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ സുകുമാരൻ നായരും പുതിയ നേതൃത്വവും അങ്ങനെയല്ല.
ഇനി ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിലെ പ്രസ്താവനയിൽ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത് അത് നമ്മൾ ആലോചിച്ച് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പറയാൻ ആരാണ് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. അതാണ് രസകരമായ കാര്യം. സുകുമാരൻ നായരുടെ 2 പ്രതികരണങ്ങൾ നോക്കാം. ഒന്ന് NSSൻ്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയുടേത്, സുകുമാരൻ നായരുടേത്. രണ്ടാമത്തേത് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിൻ്റേത്, യോഗക്ഷേമ സഭയുടേത്. അപ്പം ഈ ചാതുർവർണ്ണയത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ആൾ വരെയായി. അപ്പോൾ അവരുടെ ചാതുർവർണ്ണത്തിനകത്ത് നിൽക്കുന്ന ആളുടെ പ്രതികരണം. സച്ചിദാനന്ദ സ്വാമികളെ ഈ പറയുന്ന സനാതനധർമ്മ തത്വശാസ്ത്ര പ്രകാരം ചാതുർവർണ്ണത്തിന് പുറത്ത് നിൽക്കുന്ന ആളാണ്. അങ്ങനെ ഒരാൾ ആധ്യാത്മിക നേതാവാണെന്നൊക്കെ ശരി തന്നെ, അത് ഗുരു പറഞ്ഞൊക്കെ ബ്രിട്ടീഷുകാർക്ക് ശേഷം തന്നാണ്, ഞങ്ങൾ സ്മൃതികാരന്മാർ തരില്ല, മനുവാദികൾ തരില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞതിനോട് ചാതുർവർണ്ണത്തിനകത്ത് നിൽക്കുന്ന ആളുകളുടെ പ്രതികരണമാണ് ഞാൻ വായിക്കുന്നത്. ഒന്ന്, സുകുമാരൻ നായർ, ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച് സംബന്ധിച്ച പ്രവേശനം ഞാൻ കണ്ടു, ആ വാർത്ത ഞാൻ കണ്ടു. സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ച് മുഖ്യമന്ത്രി എന്നും ആ വാർത്തയിലുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി അങ്ങ് തീരുമാനിച്ചു, അവരെല്ലാം കൂടി അങ്ങ് തീരുമാനിച്ചു, ക്ഷേത്രങ്ങളിൽ ഉടുപ്പിടാതെ കയറരുത്, ഉടുപ്പിട്ട് തന്നെ കയറണം, ഇത് സവർണതയുടെ ആധിപത്യമാണ് എന്നാണ് അവർ പറയുന്നതെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഉടുപ്പിടാതെ കയറരുത് എന്നല്ല, ഉടുപ്പിടാതെ കയറണം എന്നുള്ള ആ നിർബന്ധം എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിച്ചിരുന്നത്. എന്തായാലും സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ ഭാഷയിലാണ് പറയുന്നത്. ഇതിൽ ചിലർ പറയുന്നു നമ്പൂതിരിയാണോ എന്ന് തിരിച്ചറിയാനുള്ള പരിപാടിയാണ് എന്ന്. സച്ചിദാനന്ദ സ്വാമികളാണ് അത് പറഞ്ഞത്. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സച്ചിദാനന്ദ സ്വാമി ആരാ? മനസ്സിലാക്കണം. ഇതാണ് ഞാൻ ചാതുർവർണ്ണ്യം എന്ന് ഉദാഹരണ സഹിതം പറയുന്നത്. അതായത് ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്താണ് നടത്തുന്നത്. ആര്? സച്ചിദാനന്ദ സ്വാമി നടത്തുന്നത്. വേറെ ഞങ്ങളുടെ പുറത്താണ് നടത്തുന്നത്, മൂപ്പര് വേറെ ആളാണ് എന്നുള്ള മട്ടിലാണ് സുകുമാരൻ നായരുടെ പ്രസ്താവന. മറ്റുള്ള മതക്കാരുടെ ആചാരം അനുസരിച്ച് ഓരോ നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങളിൽ ഒന്നും ഈ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ഇല്ല. അതായത് ഈ ശിവഗിരി എന്ന് പറയുന്നത് വേറെ ഏതോ സംവിധാനമാണ്, ഹിന്ദുവിൻ്റെ പുറത്ത് കയറുന്നൊരു സിസ്റ്റമാണെന്നാണ് പറയുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഹിന്ദു എന്ന് പറയുന്നത് ബ്രാഹ്മണ വേദ മതം എന്നുള്ള അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണ സനാതന ധർമ്മ പ്രത്യയശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന മതമാണ്. അവിടെ ഈ ശിവഗിരിനൊന്നും ഇവർ കൂട്ടിയിട്ടില്ല, ഇത് വേറെയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആര് ചോദിച്ചാലും ഇല്ലേലും പറയാനുള്ള അവകാശം ഉണ്ട്. അവരെല്ലാവരുടെയും പ്രതിനിധികളാണെന്ന് പറഞ്ഞാണ് പറയുന്നത്. അവരാരുടെയും പ്രതിനിധികളല്ല എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. എന്നിട്ട് അവരുടെ ക്ഷേത്രങ്ങളിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞു. ചെയ്തോ, നമുക്കെന്നാ തർക്കം? അവരുടെ ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ഷർട്ടിട്ട് കയറണമെന്ന് തീരുമാനിച്ചാൽ നടന്നോട്ടെ, അതിന് നമുക്കെന്നാ തർക്കം? മനസ്സിലായല്ലോ. ഹിന്ദുവിൻ്റെ പുറത്ത് കയറേണ്ട, അത് അവരുടെ ക്ഷേത്രങ്ങളായിക്കോട്ടെ, അവർ ഹിന്ദു അല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ക്ഷേത്രങ്ങളിൽ നായർ സമുദായത്തിലെ ആളുകൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോ, അവർ ഷർട്ടിട്ടുകൊണ്ട് തന്നെ പോയിക്കോ. അതായത് നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും പോകണ്ടോ, ഇതാണ് അവർ പോയിക്കോ, ഷർട്ടിട്ടുകൊണ്ട് തന്നെ പോയിക്കോ, ഒരു പ്രയാസമില്ല. പക്ഷേ ഈ കാലാകാലങ്ങളായി നിലനിന്നു പോരുന്ന ആചാരക്രമങ്ങളെപ്പറ്റി അത് മാറ്റിമറിക്കണമെന്നാണോ പറയുന്നത്? ഇവരൊക്കെ ആരാ ഇത് പറയാൻ? എങ്ങനെയുണ്ട്? സച്ചിദാനന്ദ സ്വാമികളെക്കുറിച്ച് പറയാണ്, ഇവരൊക്കെ ആരാ ഇത് പറയാൻ? മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളെ കൂട്ടത്തിലേക്ക് വന്ന് ഇടപെടണ്ട, നിങ്ങൾ വേറെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതുകൊണ്ടാണ് ഇതിനപ്പുറത്തേക്കൊരു ഉദാഹരണം വേണ്ട. ഇവർ സനാതന ധർമ്മത്തിൻ്റെ ആ തത്വത്തിൽ പ്രത്യയശാസ്ത്രത്തിൽ മുറുകെ പിടിക്കുന്ന ആളുകളാണ്. ആ ആളുകളുടെ ഇടയിലേക്ക് SNDP യോഗത്തിൻ്റെ സ്വാമിയാണെന്ന് പറഞ്ഞത് ഇടപെടണ്ട, ഇവരൊക്കെ ആരാ എന്നാണ് ചോദിക്കുന്നത്. ഒരു ജാതി സംഘടനയിലെ ജനറൽ സെക്രട്ടറി മാത്രമായിരുന്ന സംഘടനാ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് മറ്റൊരു കേരളം ആദരിക്കുന്ന ഒരു ആധ്യാത്മിക നേതാവിനെ കുറിച്ച് പറഞ്ഞത്. തിരിച്ചായിരുന്നെങ്കിലോ ഒരു വരേണ്യ സ്വാമിയെക്കുറിച്ച് തിരിച്ചുള്ള ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി പറയുകയാണെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും സ്ഥിതി? അല്ലേ? ആ വിപ്ലവം ഉണ്ടാവില്ലേ? അതാണ് ചാതുർവർണ്ണ്യം സനാതനധർമ്മ തത്വം. ഇതാണ് സനാതനധർമ്മ തത്വം. ഇനി ഇതിൻ്റെ ടോപ്പിലിരിക്കുന്ന അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിൻ്റെ വർത്തമാനം എന്താണ്? അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് പറഞ്ഞത്. ആചാര്യന്മാർ ചർച്ച നടത്തി ഒരു നിലപാടെടുക്കേണ്ട കാര്യമാണ്. ആചാര്യന്മാരാണ്, സച്ചിദാനന്ദ സ്വാമികൾ ആ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. ഹൈന്ദവ സമൂഹത്തിന് മേൽ കുതിര കയറേണ്ട കാര്യമല്ല ഇത്. ആചാര്യന്മാർ ശരിയായ നിലയിൽ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. സന്യാസിമാരും തന്ത്രിമാരും ഒരുമിച്ചിരുന്ന് നിലപാടെടുക്കേണ്ടതാണ്, അല്ലാതെ രാഷ്ട്രീയ കാര്യമല്ല. സച്ചിദാനന്ദ സ്വാമികൾ അവിടെ പറഞ്ഞത് എന്തോ രാഷ്ട്രീയ കാര്യമാണ് എന്ന് അവിടെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നുണ്ടാവുക. പക്ഷേ സച്ചിദാനന്ദ സ്വാമികളെ ഞങ്ങൾ സ്വാമികളായിട്ട് ആചാര്യനൊന്നായിട്ട് ആധ്യാത്മിക നേതൃത്വം ഇത് കൂട്ടിയിട്ടില്ല എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് സനാതന ധർമ്മ തത്വം. എളുപ്പത്തിൽ ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇതാണ്.
ഇനി ഗുരു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ ഒന്നും കൂടി എടുത്താൽ കുറച്ചും കൂടി ചേർത്ത് വയ്ക്കാൻ പറ്റും. ബ്രിട്ടീഷുകാരാണ് തനിക്ക് കഷായം തന്നത് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. സ്മൃതി അനുസരിച്ച് ശ്രീരാമൻ്റെ കാലം മുതൽ പുറത്തു നിർത്തപ്പെട്ടവരെ മനുഷ്യനായി കണ്ടു തുടങ്ങിയ കാലം ഈ ബ്രിട്ടീഷുകാർക്ക് ശേഷമാണ്. ബ്രിട്ടീഷുകാരാണ് തനിക്ക് കഷായം തന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത്. ഗുരുവിനുണ്ടായ ആ തിരിച്ചറിവിനെയാണ് അന്ന് മനുവാദികൾ എതിർത്തത്. അവരുടെ ചിന്തയാണ് പിന്നീട് സനാതനധർമ്മം എന്ന് വിളിച്ച് പുതിയ രാഷ്ട്രീയ പദ്ധതിയാക്കി ആവിഷ്കരിക്കപ്പെട്ടത്. അതിനെ ബന്ധിപ്പിക്കാൻ ഭഗവത്ഗീതയിലെ സനാതനം എന്ന വാക്കും അതിലെ വ്യാഖ്യാനങ്ങളും ഒക്കെ ഉപയോഗിക്കപ്പെടുന്നതും നമ്മൾ കണ്ടു. എന്നാൽ സനാതനം ഒരു നിഘണ്ടു പദമല്ല, സനാതനധർമ്മം എന്നതാണ്. അത് ചാതുർവർണ്ണ പ്രത്യയശാസ്ത്ര പദ്ധതിയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാതുർവർണ്ണ ധർമ്മത്തിൽ മുകളിൽ നിൽക്കുന്നവർ താഴെ നിൽക്കുന്നവരുടെ വെറും ഒരു അഭിപ്രായം പോലും സ്വീകരിക്കാൻ കാണിക്കുന്ന അസഹിഷ്ണുതയാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ, അതാണ് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞാൽ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക എന്ന് നമുക്ക് മനസ്സിലായ ആ സാഹചര്യമാണ് സനാതനധർമ്മ തത്വത്തെ നമുക്ക് മുന്നിൽ വെളിവാക്കുന്നത്. ഇനി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളുണ്ട്, ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് ഈ വിഷയം നമുക്ക് മൂടിപ്പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളിൽ തന്നെ പിണറായി വിജയൻ ആരാണ് ഇത് പറയാൻ എന്നുള്ളതാണ് ചോദ്യം. പിണറായി വിജയൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? പിണറായി വിജയൻ പറഞ്ഞത് ഗുരുവിൻ്റെ നിലപാടിനെ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ സ്വീകരിക്കുന്ന വിധത്തിൽ സച്ചിദാനന്ദ സ്വാമികൾ ഒരു കാര്യം പറഞ്ഞു. കാലത്തിനനുസൃതമായ കാര്യങ്ങൾ സ്വീകരിക്കുന്നതും നടപ്പാക്കുന്നതും ഗുരുവിൻ്റെ കാഴ്ചപ്പാടിനോട് പുലർത്തുന്ന പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്, നിർബന്ധമായി നടപ്പാക്കേണ്ടതല്ല, ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇനി കെ സുധാകരൻ അതിൻ്റെ പിന്നാലെ വന്ന് ഗുരുവിൻ്റെ സനാതനധർമ്മ തത്വത്തിൻ്റെ ആളാക്കി മാറ്റാനുള്ള, ഗുരുവിനെ അങ്ങനെ മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രസംഗിച്ചു. അതും അവിടെ നടന്നു. എന്നാൽ ഇപ്പുറത്തോ ഗുരുവിനെ സനാതനധർമ്മിയാക്കാൻ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. അതിശക്തമായ പിന്തുണ അവർക്ക് സാക്ഷാൽ അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് മുതൽ ജി സുകുമാരൻ നായർ വരെ നൽകുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ നടക്കുന്ന കാര്യം. ആചാര്യന്മാരാണ് തീരുമാനിക്കേണ്ടത്, സാമൂഹ്യ നേതാക്കളല്ല എന്നൊക്കെ അടിച്ചു വിടുന്നുണ്ട്. ആചാര്യനാണ് തീരുമാനിക്കേണ്ടതിൽ ഒരാചാര്യൻ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട ആധ്യാത്മിക നേതൃത്വത്തിലുള്ള ഒരാൾ പറഞ്ഞല്ലോ. അതാണ് ഒരു കാര്യം. ഇനി അത് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത് നമുക്ക് മനസ്സിലായി, അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സനാതനധർമ്മത്തിൽ ഉൾക്കൊള്ളുന്ന ആചാര്യനെയാണ്. അത് കാളിദാസ ഭട്ടതിരിപ്പാട് സുകുമാരൻ നായരും കൂടി പറയും അതാരാണ് എന്ന്, അവരുടെ ആചാര്യനെ കുറിച്ച് പറയും. എന്നാൽ അത് അങ്ങനെ നടക്കട്ടെ. ഇനി മറ്റൊന്ന്, സാമൂഹ്യ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഇക്കാര്യത്തിൽ ഇടപെടണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചരിത്രത്തിലെ എല്ലാ നവോത്ഥാന നീക്കങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾ കൊണ്ട് സമ്പന്നമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം മുതൽ വൈക്കം സത്യാഗ്രഹം വരെ ഉണ്ട്. ആരാണ് പി കൃഷ്ണപിള്ള, ആരാണ് കെ മാധവൻ? ഇവരൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്നു. പിന്നീട് കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റുകാരനായി, മാധവൻ കോൺഗ്രസ്സുകാരൻ തന്നെയായി തുടർന്നു. ഇങ്ങനെയുള്ള ഇവരൊക്കെ ചേർന്നാണ് ഈ രണ്ട് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായ നേതൃപരമായ പങ്കുവഹിച്ച ആളുകളാണ്. അതിൽ മറ്റു തരത്തിലുള്ള ആധ്യാത്മിക നേതൃത്വം ഉണ്ടാവും, മറ്റ് ബൗദ്ധികമായ നേതൃത്വങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ സംഘടിപ്പിക്കുന്നതിൽ സംഘാടകർ എന്നുള്ള നിലയിൽ മുന്നിൽ നിന്ന ആളുകളാണ്. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ അഭിപ്രായം പറയണ്ടേ? നമ്മുടെ രാഷ്ട്രത്തെ നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അഭിപ്രായം പറയണ്ടേ? അല്ലാതെ സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ മാത്രം, മനുവാദികൾ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. ചുരുക്കത്തിൽ സനാതനധർമ്മത്തിലൂടെ വീണ്ടും അതും ഒന്ന് ഉറപ്പിക്കാനുള്ള ഒരു തക്കം എന്നുള്ള നിലയിലാണ് ഈ സാഹചര്യത്തെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വിടില്ല, ഞങ്ങളായിട്ട് ഇവിടെ നടത്തുള്ളൂ, നിങ്ങളൊന്നും നടത്തണ്ട, നിങ്ങളൊക്കെ പുറത്ത് നിൽക്കുന്ന ആളാണ്, നിങ്ങളൊന്നും ഹിന്ദുക്കളെ പുറത്ത് കയറണ്ട എന്നാണ് ഇവിടെ നിന്ന് നടത്തിയ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ സാഹചര്യത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുടക്കത്തിൽ പറഞ്ഞത്. സനാതനധർമ്മ തത്വം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പവഴി ഈ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്ന്. ഇപ്പം കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ടും മനസ്സിലാവാത്തവർക്ക് മനസ്സിലായാൽ നന്ന്, മനസ്സിലായില്ലെങ്കിലൊന്നുമില്ല. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായതും മനസ്സിലാവില്ല. മനസ്സിലായ? നന്ദി, നമസ്കാരം.